പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ബാൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്നും തീവ്രവാദമൊന്നും കപ്പല് കയറി പോകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ഇവരുടെ വിങ് എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും അഴിഞ്ഞാടിയത്. വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് വേരുകൾ ഉണ്ടാക്കാൻ പറ്റി, പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളക്കരയിൽ. ഓരോ സംഘടനയെ ബാൻ ചെയ്യുമ്പോഴെല്ലാം അവർ പുതിയ പുതിയ പേരുകളിൽ എൻട്രി ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടു. എത്ര പേര് ചാവണം, എത്ര പേര് ജീവിച്ചിരിക്കണം. അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ 10 ഉൾപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എന്തിന്റെ പേരിലാ? ഇസ്ലാമിനെ രക്ഷിക്കാൻ. അല്ല, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥവും ഈ മതവുമൊക്കെ അള്ളാഹുവിൻ്റെതല്ലേ? അത് സംരക്ഷിക്കാൻ 100% ബാധ്യതപ്പെട്ട ആള് ഞാനാണ് എന്ന് തന്നെയല്ലേ പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന മതം അള്ളാഹുവിൻ്റെതാണല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ടതാണല്ലോ. ഖുർആൻ എന്ന ദിക്ർ, ഉദ്ബോധനം അള്ളാഹുവിൻ്റെതാണല്ലോ. ഈ ഗ്രന്ഥം അള്ളാഹുവിൻ്റെതാണല്ലോ. അള്ളാഹു സംരക്ഷിക്കാമെന്നും ഉറപ്പ് നൽകിയ ഒരു സംവിധാനത്തെ, ഗ്രന്ഥമായിരുന്നാലും പ്രവാചക ചര്യകളായിരുന്നാലും ഇനി അതല്ല ഇസ്ലാം എന്ന മതമായിരുന്നാലും ശരി, ഇതിനെയെല്ലാം അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നതല്ലേ. വീണ്ടും അള്ളാഹുവിലും വിശ്വാസമില്ലാതെ, ഗ്രന്ഥത്തിലും വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ വിധി, ഗ്രന്ഥത്തിന്റെ വിധി നടപ്പിലാക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചതല്ലേ. എനിക്കൊക്കെ എന്നാണ് ഇവരുടെ വാള് വീഴുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇസ്ലാമിനെ വിമർശിക്കുന്നു. സംഘപരിവാരങ്ങളാണ് ഇവരുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത്. ഇപ്പോഴിതാ കേരളത്തിലെ പ്രമുഖനായ ജഡ്ജിയെ വരെ വകവരുത്തുന്നതിനു വേണ്ടി ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശരി. ഇവർക്കു വേണ്ടി പണിയെടുക്കുന്ന പച്ചവെളിച്ചത്തിലെ പോലീസുകാർ, മലദ്വാർ ഗോൾഡിന്റെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടക്കം എല്ലാ മേഖലകളിലും ഇവർക്കു വേണ്ടി പണിയെടുക്കുന്ന, അതായത് 2040 2040 2047 ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഇവർ നേരത്തെ തന്നെ ഇട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി പണിയെടുക്കുന്ന നിരവധി മീഡിയ സിൻഡിക്കേറ്റുകളെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 1-2 ആളുകളല്ല, 1000-ഓളം, അതായത് 950 തലകളാണ് കൊയ്തെടുക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്ലാനിങ്ങിലുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേരെന്ന് NIA-യുടെ വെളിപ്പെടുത്തൽ. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും 240 പേരുടെ പട്ടിക ലഭിച്ചു. ഇത് NIA കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പിടിയിലായ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് NIA ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഒരാൾ മുൻ ജില്ലാ ജഡ്ജിയാണെന്നും NIA-യുടെ റിപ്പോർട്ട്. അറസ്റ്റിലായ അയ്യൂബിന്റെ വീട്ടിൽ നിന്നും 500 പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത്. പെരിയാർവാലിയിൽ നിന്ന് 232 പേരുടെ പട്ടികയും കിട്ടി. മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സക്കീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് NIA വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത്. ആലുവ പെരിയാർവാലിയിലെ PFI ഓഫീസിൽ നിന്ന് ഏറ്റവും ലക്ഷ്യമിടുന്ന ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് 5 പേരുടെ പട്ടിക പിടിച്ചെടുത്തു. ഈ ലിസ്റ്റിലാണ് മുൻ ജില്ലാ ജഡ്ജിയും ഉള്ളത്. 2022 സെപ്റ്റംബർ 28 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയത്. 2009 SDPI എന്ന പാർട്ടി സ്ഥാപിതമാകുന്നത്. കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി SDPIക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ തങ്ങൾ ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും PFIയുമായി ബന്ധമില്ല എന്നുമാണ് SDPIയുടെ വാദം. വിദേശ ഫണ്ടിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ രാജ്യത്തുടനീളം EDയും NIAയും റെയ്ഡ് നടത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കളടക്കം 26 പേരാണ് അറസ്റ്റിലായത്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. സിംഗപ്പൂരിലും അറബ് നാടുകളിലുമായി പോപ്പുലർ ഫ്രണ്ടിന് 13,000 സജീവ അംഗങ്ങളുണ്ട് എന്നും മഞ്ചേരിയിലുള്ള PFIയുടെ സത്യസരണി കേന്ദ്രം ഇസ്ലാമിക മതപരിവർത്തനത്തിനുള്ള ഇടമാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ
ബാങ്കിംഗ് ചാനലുകൾ വഴിയും ഹവാല, സംഭാവന എന്നീ രൂപങ്ങളിലും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമായി PFIയിലേക്ക് പണം ഒഴുകുന്നുണ്ട്. ഈ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാനാണ് ഉപയോഗിക്കുന്നത്. 29 ബാങ്ക് അക്കൗണ്ടുകളിലാണ് PFIയുടെ അനധികൃത പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ED കണ്ടെത്തിയിരുന്നു. ഇത് കേരള, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം, ജമ്മു കാശ്മീർ, മണിപ്പൂർ എന്നിവിടങ്ങളിലാണുള്ളത്. ഗൾഫ് നാടുകളായ കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലും സിംഗപ്പൂരുമായി 13,000-ഓളം സജീവ PFI അംഗങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന മുസ്ലിം പ്രവാസികൾക്കിടയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാൻ PFIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ടാർഗറ്റുമുണ്ട്. ടാർഗറ്റ് വെച്ചാണ് ഓരോ PFI പ്രവർത്തകരും പ്രവർത്തിക്കുന്നത്. പണം ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലെ PFI കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് എന്നും ED വ്യക്തമാക്കിയിരുന്നു. 2022 നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ വേരുകൾ പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ പോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപത്തിൽ വേഷം മാറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയിരുന്ന വിവരപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ സോഷ്യൽ ഫോറം, റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്നീ 3 മുന്നണി സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, PFI, SDPI തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ളത് UAE ആണ്. പ്രധാനമായും അബുദാബി, ദുബായ് എന്നിവിടങ്ങളാണ്. കൂടാതെ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി, കർണാടക ചാപ്റ്റർ തുടങ്ങിയവ ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നണികൾ ാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ISF, IFF എന്നിവയ്ക്കൊപ്പം ഒമാനിലെ സോഷ്യൽ ഫോറത്തിന്റെ കുടക്കീഴിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരള രഹസ്യ വിഭാഗമായ NDF ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു. അതിനൊപ്പം NDF തർബിയയിലൂടെ റാഡിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഹവാല വഴി 44 ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടിന് നൽകുകയും ചെയ്തിരുന്നു. NDFന്റെയും PFIയുടെയും പ്രമുഖ നേതാവായ അഷ്ഫാഖ് ചായ്ഫിനത്ത് പ്യൂവിൽ ആണ് ഇതിനായി ഫണ്ട് ശേഖരണം നടത്തിയിരുന്നത്. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്കും പണം നേരിട്ട് അയച്ചിട്ടുണ്ട് എന്നും NIA കണ്ടെത്തിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്തമായ പേരുകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അറബ് കൺട്രികളിൽ ഇവർ പ്രവർത്തിക്കുന്നത് കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക, ഇന്ത്യയിലെ ഹിന്ദുക്കളെ നശിപ്പിക്കുക, ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക. ഏത് രൂപത്തിലായിരുന്നാലും ശരി, അവർക്ക് അംഗീകാരം കിട്ടാതിരിക്കുമോ? അവരുടെ ലക്ഷ്യം ഇത് തന്നെയല്ലേ? അതുകൊണ്ടാണ് കേരളത്തിൽ അവര് മുദ്രാവാക്യം മുഴക്കിയത് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോളാൻ. തല്ലിക്കൊന്ന അമ്പലനടയിൽ കെട്ടിത്തൂക്കും സൂക്ഷിച്ചോ എന്ന് അവർ മുദ്രാവാക്യം മുഴക്കിയത്. 10 സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തു കളയുമെന്ന് മുദ്രാവാക്യം മുഴക്കിയത്. അതവർ കനയ്യലാലിന്റെ തലയെടുത്ത് വെറും 10 സെക്കൻഡ് കൊണ്ട് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവർക്ക് നല്ല രൂപത്തിലുള്ള വളക്കൂറുള്ള മണ്ണാണ്. ഇവർക്ക് വെള്ളവും വളവും വേണ്ടുന്നതുപോലെയുള്ള എല്ലാ സഹകരണങ്ങളും ലഭിക്കും. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അറബ് രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പണമാണ് ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത്. ആ കേരളത്തിലേക്ക് ഒഴുകിയ പണത്തിന്റെ ഒഴുക്കാണ് ആദ്യം ED ലക്ഷ്യം വെച്ചത്. ED ആദ്യം ബ്രേക്ക് ഇട്ടത് അതിനായിരുന്നു. കാരണം പണമാണ് ഇവരെ രാജ്യം പിടിക്കാൻ പ്രേരിപ്പിക്കുന്നതും രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്നതിനു വേണ്ടി രംഗത്തിറക്കുന്നതും. അതുകൊണ്ട് ആദ്യം നരേന്ദ്രമോദിയും അജിത് ഡോവലും അമിത്ഷായും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘം തീരുമാനിച്ചു, ഇവർ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് അവരെ ആദ്യം ഹിറ്റ് ലിസ്റ്റ് ഇടുന്നത് ആര് കൊല്ലപ്പെടണം എന്നുള്ളതാണ്. പിന്നീട് അവരൊരു ഹിറ്റ് സ്ക്വാഡ് ഇടുവാണ്, ആര് കൊല്ലണം. അങ്ങനെ കേരളത്തിന്റെ കാലന്മാർ 950 തലകൾ എടുത്ത് ഈ കേരളത്തിൽ ചോരപ്പുഴ ഒഴുക്കാൻ തീരുമാനിച്ചു. അയ്യൂബ് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ പിടിച്ചതോടുകൂടി ശരിക്ക് അയ്യൂബിനെ NIA ഒന്ന് സൽക്കരിച്ചു. അപ്പോൾ നിലവിളിയോടെ തലകുത്തനെ നിന്ന അയ്യൂബ് തനിക്കറിയുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങോട്ട് ഛർദ്ദിച്ചു. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള സത്താറും റൌഫും ഒക്കെ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെ NIAയും EDയും ഒക്കെ ഇവരെ നിരീക്ഷിക്കൂ. കേരളത്തിലെ പോലീസിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം റൌഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പോലീസൊക്കെ ഞങ്ങളുടെ കയ്യിലാണെന്ന്. അതുകൊണ്ട് ഈ രാജ്യത്തിനും എന്തെങ്കിലും നീതിയുക്തമായി നടക്കണമെങ്കിൽ കേന്ദ്രം തന്നെ കനിയണം. നന്ദി.